ഹലോ ഗൈസ്, അങ്ങനെതാ ഇന്നിപ്പോൾ നമ്മുടെ ഈ ഒരു വിൻ്ററിലെ തണുത്ത ഒരു ദിവസത്തിൽ നമ്മളിവിടെ എത്തി നിൽക്കണതേ. നിങ്ങൾ വിചാരിക്കും ഒരു ഗ്രൗണ്ടിലാണെന്നല്ലേ, പക്ഷെ അല്ല കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഈ നിൽക്കണത് ഒരു വലിയൊരു ഫ്രഷ് വാട്ടറുള്ള ഒരു ലേക്കിൻ്റെ മുകളിലാണ് കേട്ടോ. ഇവിടെ വിൻ്റർ ആയി കഴിഞ്ഞാൽ ഈ ലേക്കൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഫ്രോസനായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഓടുക, ചാടുക, കളിക്കുക, സൈക്ലിംഗ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും അധികം ഫ്രോസനാണ്. പക്ഷേ ഇത് ഒന്ന് ടെമ്പറേച്ചർ കുറയുന്ന ടൈമിൽ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും മുങ്ങിപ്പോവാം. അത് കാരണം കൊണ്ട് ആ ഒരു ടൈമിൽ അത്ര സേഫ് അല്ല. പക്ഷേ അല്ലാത്ത ഒരു ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സേഫായിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടോ, ഇത്തിരി ഗ്ലാസി പോലെയാണ്. അപ്പോൾ കുറച്ച് സ്നോ പൊടിയായിട്ട് മുകളിൽ വീണത് കിടക്കുന്നുണ്ട്. അടിയിൽ ഫുള്ള് നല്ല തിക്കായിട്ടുള്ളൊരു ഐസ് പോലെയാണ് ആ ഒരു വെള്ളം കിടക്കണത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഡ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒരു വലിയ കുഴിയാവുമല്ലോ. അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിലേക്ക് പോകുമ്പോൾ വെള്ളം ഉണ്ടാവും. അങ്ങനെ പോയി കഴിയണ വെള്ളത്തിൽ നിന്ന് മീനിനെ പിടിക്കലാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ളൊരു ഹോബി. അങ്ങനെ വേണ്ടിയിട്ട് ഡ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പം അത് ഓൾറെഡി കട്ടയായി തുടങ്ങിയിട്ടോ. മുമ്പ് എപ്പോഴെങ്കിലും ആരെങ്കിലും ചെയ്തതായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലേക്കിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. സമ്മറായി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ കേട്ടോ. കാരണം നല്ല പച്ചപ്പും വെള്ളമൊക്കെ ആയിട്ട്. വിൻ്റർ ആയാലും നല്ല രസമാണ്. ഫുള്ള് സ്നോ ആണ്. ഇപ്പോൾ ഏകദേശം ഒരു -15 ഡിഗ്രി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അടിപൊളി വൈബാണെന്നും പറയാം കേട്ടോ. തണുപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, അല്ലെങ്കിൽ അടിപൊളിയാണ്.